الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. സൂറത്തുൽ ബഖറയിലെ 46-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി യദുന്നൂന അന്നഹും മുലാഖു വഅന്നഹും, ഇവിടെയെല്ലാം നൂനിന്റെയോ മീമിന്റെയോ മേലെ ഷദ്ദാണ് വന്നിട്ടുള്ളത്. 2 ഖദ്ർ മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. വഅന്നഹും ഇലൈഹി, സുക്കൂനുള്ള മീമിന് ശേഷം ഹംസ വന്നു. അവിടെ നിയമം അൽ ഇദ്ഹാറു ശഫവിയാണ്. മണിക്കാതെ മീമിന്റെ ശബ്ദം വ്യക്തമാക്കിക്കൊണ്ട് ഓതേണ്ടതാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 46-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലദീന യظنون അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ള വാക്കാർത്ഥങ്ങൾ അല്ലദീന യظنون, വിചാരിക്കുന്നവർ, അന്നഹും, അവരാണെന്ന്, മുലാഖൂ, കണ്ടുമുട്ടുന്നവർ, റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനെ, വഅന്നഹും, അവരാണെന്നും, ഇലൈഹി, അവങ്കലേക്ക്, റാജിഊൻ, മടങ്ങുന്നവർ. അപ്പോൾ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം തങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടേണ്ടി വരുമെന്നും അവങ്കലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നും വിചാരിച്ചു കൊണ്ടിരിക്കുന്നവരെത്രേ അവർ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച മുഴുവൻ കാര്യങ്ങളിലും വിശ്വസിച്ച് സത്യവിശ്വാസികളായി ജീവിതം നയിച്ച ഭയഭക്തന്മാരായ ആളുകൾക്കാണ് ക്ഷമയും നമസ്കാരവും വഴി അള്ളാഹുവോട് സഹായം തേടുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ സാധിച്ചു. അവിടെ ആ ആയത്തിൽ ഭക്തന്മാരായ ആളുകൾ എന്ന് വിശേഷിപ്പിച്ച ആ സത്യവിശ്വാസികളുടെ പ്രത്യേകത എടുത്തു പറയുകയാണ് ഇവിടെ ഈ 46-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അല്ലദീന യظنون അന്നഹും മുലാഖൂ റബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടേണ്ടി വരുമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവർ. വഅന്നഹും ഇലൈഹി റാജിഊൻ, അവങ്കലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നും വിചാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് അള്ളാഹുവുമായി കണ്ടുമുട്ടുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യേണ്ടി വരുമെന്നുള്ള ആ ഒരു ബോധവും വിചാരവുമുള്ളവരാണ് ആ ഭക്തന്മാരായ ആളുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, സഹോദരങ്ങളെ, ആ ബോധമുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളിൽ കാണുന്ന ഏക ലക്ഷ്യം അത് അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലവുമായിരിക്കും. കാരണം അവന്റെ മനസ്സിലുള്ള വിചാരം എന്റെ റബ്ബുമായി നാളെ കണ്ടുമുട്ടേണ്ടവനാണ് ഞാൻ, എന്റെ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ് ഞാൻ എന്ന വിചാരമായിരിക്കും ആ വ്യക്തിയിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ജനങ്ങളെയും നാളെ അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസത്തെക്കുറിച്ചുള്ള ബോധമാണ് സഹോദരങ്ങളെ ഇത്തരം ഭയഭക്തന്മാരെ നന്മയിൽ ജീവിക്കുവാൻ വേണ്ടി പ്രേരിക്കുന്നത്. അങ്ങനെ ഇത്തരം ഭയഭക്തന്മാരായ ആളുകൾ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം, അത് നന്മയിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് അത് നാളെ പരലോകത്തെക്കുറിച്ചുള്ള ഒരു ബോധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ദാലിക യൗമുൻ മജ്മൂഉൻ ലഹുൻ നാസു വദാലിക യൗമുൻ മശ്ഊദ്, സർവ്വ മനുഷ്യരും സമ്മേളിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമാണത്, സർവരുടെയും സാന്നിധ്യമുണ്ടാകുന്ന ഒരു ദിവസമാകുന്നു അത് എന്ന് സൂറത്ത് ഹൂദിലെ 103-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്.
അതുപോലെ സൂറത്തുൽ വാഖിയയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മുഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം. നീ പറയുക, തീർച്ചയായും പൂർവികരും പിൽക്കാലക്കാരും എല്ലാം ഒരു നിശ്ചിത ദിവസത്തെ കൃത്യമായ ഒരു അവധിക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെയാകുന്നു. അങ്ങനെ എല്ലാവരെയും മഹ്ശറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്ന ആ ഒരു ദിവസം, ആ ഒരു അവസ്ഥയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർളി ഇല്ലാ ആതി റഹ്മാനി അബ്ദാ. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഏതൊരാളും ഒരു ദാസൻ എന്ന നിലയിൽ, ഒരു അടിമ എന്ന നിലയിൽ പരമകാരുണികന്റെ അടുത്ത് വരുന്നവൻ മാത്രമായിരിക്കും. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദാ. തീർച്ചയായും അവരെ അവൻ തിട്ടപ്പെടുത്തുകയും എണ്ണിക്കണക്കാക്കുകയും ചെയ്തിരിക്കുന്നു. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. അവരോരോരുത്തരും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഏകാഗിയായിക്കൊണ്ട് അവന്റെ അടുക്കൽ വരുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ജനങ്ങളും നഗ്നരും നഗ്നപാതരും ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരുമായി ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന. എങ്ങനെ? നാളെ പരലോകത്ത് ജനങ്ങള് നഗ്നരും നഗ്നപാതരും ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരുമായിട്ട് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അന്നിസാഹു വർ-റിജാലു ജമീഅൻ യൻദുറു ബഅ്ദുഹും ഇലാ ബഅ്ദിൻ. അള്ളാഹുവിന്റെ തിരുദൂതരെ, പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ചായാൽ അവർ അന്യോന്യം നോക്കും. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ആശങ്ക കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, യാ ആയിഷ അൽ അംറു അശദ്ദു മിൻ അൻ യൻദുറ ബഅ്ദുഹും ഇലാ ബഅ്ദിൻ. അവർ അന്യോന്യം നോക്കുന്നതിനേക്കാൾ അതികഠിനമാണ് അന്നേ ദിവസത്തെ കാര്യങ്ങളെല്ലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാൻ കഴിയും. അത്രമാത്രം ഭീകരമാണ് സഹോദരങ്ങളെ അന്നത്തെ അവസ്ഥ. ഇതെല്ലാം നാളെ പരലോകത്ത് നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ വെച്ചുകൊണ്ട് നമ്മളെല്ലാം നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും. ഈ ഒരു വിശ്വാസം അത് ശരിയായവർക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും, അതായത് ഈ ഇഹലോകത്തും നാളെ പരലോകത്തും വിജയം നേർന്നിട്ടുള്ളത് എന്ന് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അവരാണ് ക്ഷമയും നമസ്കാരവും വഴി അള്ളാഹുവോട് സഹായം തേടുന്ന ഭക്തന്മാരായിട്ടുള്ള ആളുകൾ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് അല്ലദീന യظنون അന്നഹും മുലാഖൂ റബ്ബിഹിം. തങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടേണ്ടി വരുമെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവർ. വഅന്നഹും ഇലൈഹി റാജിഊൻ. അവങ്കലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നും അവര് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 46-ാമത്തെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.